ലോകം മുഴുവൻ ശ്വാസം അടക്കിപ്പിടിച്ച് നോക്കി നിന്ന നിർണായക ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ 14 മണിക്കൂറോളം നീണ്ട മാരത്തൺ ചർച്ചകൾ ഒടുവിൽ ഒരു ധാരണയുമില്ലാതെ അവസാനിച്ചപ്പോൾ അത് വെറും ഒരു നയതന്ത്ര പരാജയമായി മാത്രമല്ല, വരാനിരിക്കുന്ന വലിയൊരു ആഗോള പ്രതിസന്ധിയുടെ സൂചനയായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ലോക സമ്പദ് വ്യവസ്ഥയും എണ്ണ വിപണിയെയും ഒരുപോലെ പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ള രണ്ട് വൻശക്തികൾ മുഖാമുഖം വന്നപ്പോൾ സമാധാനത്തെക്കാൾ ഉയർന്നു കേട്ടത് തർക്കങ്ങളുടെ സ്വരമാണ്. ആണവ സുരക്ഷ മുതൽ ഹോർമൂസ് കടലിടുക്കിലെ എണ്ണക്കപ്പലുകളുടെ യാത്ര വരെ ഈ ഒരൊറ്റ ചർച്ചയെ ആശ്രയിച്ചായിരുന്നു. എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ചർച്ചകളെ വഴിമുട്ടിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഇരു വിഭാഗങ്ങളും പരസ്പരം ചുമത്തുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അമേരിക്കൻ പക്ഷം പറയുന്നത് ഇറാൻ ആണവായുധ വികസനം പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന അടിസ്ഥാന നിബന്ധന അംഗീകരിക്കാൻ തയ്യാറല്ലെന്നാണ്. അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ഇത് കേവലം പ്രാദേശികമായ ഒരു തർക്കമല്ല, മറിച്ച് ആഗോള സുരക്ഷാ പ്രശ്നമാണ്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി നിലനിർത്തുകയും അതേസമയം സൈനിക ഉപയോഗത്തിലേക്ക് നീങ്ങില്ലെന്ന് മാത്രം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നത് മതിയായ ഉറപ്പല്ലെന്നാണ് അമേരിക്കയുടെ നിലപാട്. മറുവശത്ത് ഇറാനിയൻ ഭരണകൂടം പറയുന്നത് അമേരിക്കയുടെ ആവശ്യങ്ങൾ യുക്തിരഹിതവും അമിതവുമായിരുന്നു എന്നതാണ്. സ്വന്തം ദേശീയ അവകാശങ്ങൾ ത്യജിക്കാതെ ഒരു കരാറിലേക്ക് പോകാനാണ് തങ്ങൾ ശ്രമിച്ചതെന്നും, എന്നാൽ അമേരിക്ക ഏകപക്ഷീയമായി നിബന്ധനകൾ മുന്നോട്ട് വെച്ചതോടെ പുരോഗതി നിലച്ചുപോയെന്നും ഇറാൻ വാദിക്കുന്നു. അന്തസ്സില്ലാത്തൊരു സമാധാനത്തെക്കാൾ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതാണ് ശരിയെന്ന ഇറാന്റെ രാഷ്ട്രീയ ബോധമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ഈ തർക്കത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് വീണ്ടും ഇറാന്റെ ആണവ പദ്ധതിയാണ്. വർഷങ്ങളായി അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ഉയർത്തിക്കാട്ടുന്ന പ്രധാന ആശങ്ക ഇറാൻ സമാധാനപരമായ ആണവോർജ പദ്ധതി എന്ന പേരിൽ സൈനിക ശേഷി വികസിപ്പിക്കുമോ എന്ന ചോദ്യമാണ്. ഇറാൻ ഇതിനെ നിരന്തരം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾക്ക് ആണവ ബോംബ് വേണ്ടെന്നും, എന്നാൽ ഊർജ്ജോൽപാദനം, വൈദ്യശാസ്ത്രം, ഗവേഷണം എന്നിവയ്ക്ക് ആണവ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനുള്ള അവകാശം വിട്ടുകൊടുക്കില്ലെന്നും അവർ ആവർത്തിക്കുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ അവകാശമാണെന്നും അതിനെ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് ഇറാന്റെ വാദം. ഈ ഒരു പോയിന്റിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നത പരിഹരിക്കാൻ കഴിയാത്ത വിധം ആഴത്തിലുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവ സാങ്കേതികവിദ്യ അവരുടെ ശാസ്ത്രീയ മുന്നേറ്റത്തിന്റെ അടയാളം കൂടിയാണ്. ആണവ വിഷയത്തിനൊപ്പം എത്തിയ മറ്റൊരു നിർണായക തർക്ക വിഷയം ഹോർമൂസ് കടലിടുക്കാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നായ ഈ കടലിടുക്ക് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഗൾഫ് മേഖലയിലെ വലിയ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും ഈ ജലപാതയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഏത് സംഘർഷവും എണ്ണവില ഉയരാനും വിതരണ ശൃംഖല തകരാനും ലോക വിപണിയിൽ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കാനും കാരണമാകും. അമേരിക്കയുടെ ആവശ്യം ഈ പാത യാതൊരു തടസ്സവുമില്ലാതെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് തുറന്നിരിക്കണം എന്നതാണ്. എന്നാൽ ഇറാൻ തന്റെ സുരക്ഷാ താൽപര്യങ്ങളും പ്രാദേശിക സ്വാധീനവും പരിഗണിക്കാതെ ഹോർമൂസിനെ കുറിച്ചുള്ള തീരുമാനം പുറത്തുനിന്നും നിർണ്ണയിക്കാനാവില്ലെന്നാണ് പറയുന്നത്. ഇറാന്റെ തീരപ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഈ കടലിടുക്കിൽ തങ്ങൾക്കുള്ള സ്വാധീനം ഒരു സമ്മർദ്ദ തന്ത്രമായി ഉപയോഗിക്കാൻ ഇറാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകൾ വെറും ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് വരുന്ന ജനതയുടെ അതിജീവനത്തിനായുള്ള അവകാശ പോരാട്ടമാണ്. അമേരിക്കയും സഖ്യകക്ഷികളും ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ച സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുകയാണ്. ബാങ്കിംഗ് നിയന്ത്രണങ്ങൾ മുതൽ എണ്ണ കയറ്റുമതി വരെയുള്ള മേഖലകളിൽ ഏർപ്പെടുത്തിയ തടസ്സങ്ങൾ ഒരു രാജ്യത്തിന്റെ സ്വാഭാവികമായ വളർച്ചയെ തടയുന്ന ക്രൂരമായ നടപടിയാണെന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു. ഈ ഉപരോധങ്ങളുടെ യഥാർത്ഥ ഇരകൾ അവിടുത്തെ സാധാരണ ജനങ്ങളാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും കറൻസി മൂല്യ തകർച്ചയും മൂലം ജനജീവിതം ദുസ്സഹമാണ്. ഏറ്റവും വേദനാജനകമായ കാര്യം ഉപരോധങ്ങൾ മൂലം അത്യാവശ്യ മരുന്നുകളുടെ ലഭ്യത പോലും തടസ്സപ്പെടുന്നു എന്നതാണ്. മാനുഷികമായ പരിഗണനകൾ പോലും നൽകാതെ ഒരു രാജ്യത്തെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യാതെ യാതൊരുവിധ കരാറുകളിലും ഒപ്പിടില്ല എന്ന ഇറാന്റെ നിലപാട് തികച്ചും യുക്തിസഹമാണ്. വിദേശ ബാങ്കുകളിൽ മരവിപ്പിക്കപ്പെട്ട തങ്ങളുടെ സ്വന്തം സമ്പത്ത് തിരികെ ലഭിക്കണമെന്നതും ഇറാന്റെ പ്രധാന ആവശ്യമാണ്. അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ഉപരോധങ്ങൾ ഒരു സമ്മർദ്ദ ഉപകരണമാണ്. സുരക്ഷാ ഉറപ്പുകൾ, ആണവ നിയന്ത്രണങ്ങൾ, പ്രാദേശിക സായുധ കൂട്ടായ്മകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ കുറയ്ക്കൽ എന്നിവയിൽ വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടാകാതെ സാമ്പത്തിക ഇളവുകൾ നൽകുന്നത് തന്ത്രപരമായ തെറ്റായിരിക്കുമെന്ന് അവർ കരുതുന്നു. അമേരിക്ക എല്ലാ വിഷയങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു സമഗ്ര ധാരണയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇറാൻ ഓരോ വിഷയവും വേർതിരിച്ച് പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ സമീപന വ്യത്യാസവും ചർച്ചകളെ സ്തംഭിപ്പിച്ചു. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ നയതന്ത്ര ചാനലുകൾ ക്ഷയിക്കുകയും സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന പ്രദേശങ്ങളിൽ നിരീക്ഷണ കപ്പലുകൾ, ഡ്രോണുകൾ എന്നിവയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണ്. ആശയവിനിമയത്തിലെ ചെറിയ പിഴവുകൾ പോലും ഒരു വലിയ ഏറ്റുമുട്ടലിലേക്ക് നയിക്കാം. എങ്കിലും ഈ സാഹചര്യം നിർബന്ധമായും യുദ്ധത്തിലേക്കാണ് നയിക്കുകയെന്ന് പറയാനാവില്ല. അമേരിക്കയ്ക്കും ഇറാനും നേരിട്ടുള്ള വലിയ യുദ്ധം ചെലവേറിയതും അപകടകരവുമാണെന്നറിയാം. അതിനാൽ ഇരു വിഭാഗങ്ങളും തങ്ങളുടെ പൊതു പ്രസ്താവനകളിൽ കടുപ്പം പുലർത്തിയാലും പിന്നാമ്പുറ നയതന്ത്ര ശ്രമങ്ങൾ തുടരാനാണ് സാധ്യത. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്റെ ദേശീയ അഭിമാനത്തിന്റെയും പരമാധികാരത്തിന്റെയും പോരാട്ടമാണ്.
അമേരിക്കയുടെ ഏകപക്ഷീയമായ സമ്മർദ്ദ തന്ത്രങ്ങൾക്കും അന്യായമായ ഉപരോധങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഈ ചർച്ചകളിലൂടെ ഇറാൻ നടത്തിയത്. നയതന്ത്രത്തിന്റെ വാതിലുകൾ അടയുന്നത് മേഖലയിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമായേക്കാം. എങ്കിലും അന്തസ്സില്ലാത്ത തീരുമാനത്തെക്കാൾ സ്വന്തം നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നതാണ് ശരിയെന്ന് ഇറാന്റെ രാഷ്ട്രീയം ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം എങ്ങനെ ഇടപെടും എന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെയും ലോകത്തിന്റെയും സമാധാനം.